തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തിരുത്തലുകൾക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് സംശയത്തിന്റെ നിഴലിൽ ഒരിക്കൽ പോലും നിന്നിട്ടില്ല. 1951 ആദ്യം പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് മുതൽ ഇങ്ങോട്ട് കമ്മീഷൻ വ്യക്തവും സുതാര്യവുമായിട്ടാണ് പ്രവർത്തിച്ചത്. എന്നാൽ 10 കൊല്ലം മുമ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ എല്ലാം കലങ്ങി മറിഞ്ഞു. പിന്നാലെ 2019 തുടർ ഭരണം നേടിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സ്വതന്ത്ര സംവിധാനങ്ങൾ BJPയുടെ കയ്യിലെ കളിപ്പാവയായി. പിന്നീട് 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 2 വാർത്താ സമ്മേളനം വിളിച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് പരിഷ്കാരങ്ങൾ തിരുത്തിക്കുറിച്ചാണ് മുന്നേറുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഹൃദയമിടിപ്പാണ് വോട്ടർ പട്ടിക. ഭരണഘടന ഉറപ്പാക്കിയ അവകാശങ്ങൾ, പാർലമെന്റിന്റെ നിയമങ്ങൾ, സർക്കാരിന്റെ നയങ്ങൾ ഇവയെല്ലാം ജനങ്ങളുടെ വോട്ടിംഗിലൂടെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. ആ ശബ്ദം രേഖപ്പെടുത്തുന്ന ആദ്യ രേഖ തന്നെയാണ് വോട്ടർ പട്ടിക. 1951-52 ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പരീക്ഷണം ആയിരുന്നു. സ്ത്രീകളും പിന്നാക്ക വിഭാഗങ്ങളും അന്ന് തന്നെ വോട്ടവകാശം പ്രയോഗിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോഴും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകാത്ത കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു മഹത്തായ ചുവടുവയ്പായിരുന്നു ചെയ്തത്. പിന്നീട് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കിയത് ലോക ജനാധിപത്യ ചരിത്രത്തിലെ അപൂർവമായൊരു നേട്ടം തന്നെയാണ്. ഇത്തരം നടപടികളുടെ എല്ലാ രാജ്യം കടന്നു പോയപ്പോഴും അതിനെ മുന്നിൽ നിന്ന് നയിച്ചത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നേരത്തെ പറഞ്ഞ അടിസ്ഥാനമായ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ തന്നെ അടിത്തറ മുങ്ങുകയാണ്. കർണാടകയിലെ അലന്ദ് മണ്ഡലത്തിൽ നടന്ന സംഭവം ചെറുതല്ല. 6000 പേരുടെ പേരുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം വെറും ഒരു ജില്ലാ ഓഫീസിന്റെ അപര്യാപ്തതയല്ല. അത് ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സൂചനയാണ്. പ്രതിപക്ഷം അവസാന നിമിഷം നടത്തിയ ഇടപെടലാണ് നിരവധി പേരുടെ അവകാശം രക്ഷിച്ചത്. മറ്റൊരു $1 മില്യൺ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെട്ട 6000 പേർക്ക് ശേഷം മറ്റെത്ര പേരുടെ പേരുകൾ ഇത്തരത്തിൽ മാഞ്ഞുപോയി? ആരും ശ്രദ്ധിക്കാതെ, ആരും ശബ്ദമുയർത്താതെ എത്ര സാധാരണ ജനങ്ങളുടെ ശബ്ദമാണ് ഇല്ലാതായതെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ അട്ടിമറികളെ ഹൈഡ്രജൻ ബോംബ് എന്ന് വിളിച്ചത് വെറും രാഷ്ട്രീയ അതിശയോക്തിയല്ല. കാരണം ഇത്തരം ക്രമക്കേടുകൾ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള മാതൃക തന്നെയാണ് എന്നും പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാപരമായി നിരപേക്ഷവും സ്വതന്ത്രവുമായ സ്ഥാപനമാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലായി അതിന്റെ പ്രവർത്തനം ജനങ്ങളിൽ സംശയം വളർത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഓൺലൈനായി ആരുടെയും പേരുകൾ നീക്കം ചെയ്യാനാവില്ല എന്ന കമ്മീഷന്റെ പൊതുപ്രസ്താവന അലന്ദിലെ സംഭവങ്ങളെ വെല്ലുവിളിക്കുകയാണ്. തെളിവുകൾ പറയുന്നത് മറ്റൊന്നാണ്. എന്നാൽ കമ്മീഷൻ ജനങ്ങൾക്ക് തുറന്ന മറുപടി നൽകാതെ മൗനം പാലിക്കുന്നു. ഇതാണ് ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഒരു പ്രതിരോധ പോരാട്ടമായി മാറിയിരിക്കുന്നു. മോദിയുടെ വാരണാസിയോ അടുത്ത ബോംബ് എന്ന ചോദ്യവും വെറും പ്രചാരണ മുദ്രാവാക്യമല്ല. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്.